ഹഷ്മി, ഈ തൃശ്ശൂരിൽ കോൺഗ്രസുകാർ കൂട്ടത്തോടെ വോട്ട് ചെയ്ത് BJP ജയിപ്പിക്കും, അങ്ങനെ സുനിൽകുമാർ തോൽപ്പിക്കും എന്നുള്ളതായിരുന്നോ മുഖ്യമന്ത്രി കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട്? അതെനിക്കറിയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഒരു സൂപ്പർ ഹീറോ ആയിരിക്കണം. ഇപ്പൊ അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടിൽ അത് എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കണമല്ലോ. അത് വേറെ കാര്യം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഈ മുഖ്യമന്ത്രി അതിന് ശേഷം ആദ്യമായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോവുകയും ഈ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. അല്ല, അങ്ങനെയാണെങ്കിൽ അത് റിസൾട്ടിൽ പ്രതിഫലിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരിൽ നമുക്കറിയാവുന്നതുപോലെ 3,21,456 നിന്ന് 3,37,652 വോട്ട് വർദ്ധിപ്പിച്ച പാർട്ടിയാണ്, കക്ഷിയാണ് LDF. അതേസമയം UDFന്റെ വോട്ട് അവിടെ കുത്തനെ കുറയുകയും ചെയ്തു. അപ്പോൾ അതാണ് മുഖ്യമന്ത്രിക്ക് മുൻപേ കിട്ടിയ ഇന്റലിജൻസ് എങ്കിൽ അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആയിരിക്കണം. ഞാൻ ആ മണ്ഡലത്തെ കുറിച്ചാണ് ഞാൻ ആ മണ്ഡലത്തിന്റെ പൊതുകാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ഓരോ പോക്കറ്റിൽ ആര് ലീഡ് എടുത്തു എന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. കോൺഗ്രസ് ആണ്, ഞാൻ അത് അംഗീകരിച്ചു. കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞതല്ലേ BJPയുടെ ജയത്തിന് കാരണമായി? അതിൽ തർക്കമുണ്ടോ? അങ്ങനെ ലളിതമായല്ല ഇലക്ഷൻ. ഇത് ലളിതമാണോ? കോൺഗ്രസിന്റെ വോട്ട് കുത്തനെ കുറയുകയും BJP ജയിക്കുകയും ചെയ്തത് ലളിതമാണോ ഹാഷ്മി? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. അവിടെ മണ്ഡലത്തിൽ ധാരാളമായി സുരേഷ് ഗോപി കള്ളവോട്ട് ചേർന്നു എന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ആ വോട്ടുണ്ട്. അപ്പൊ ആ വോട്ട് എവിടെ ചേർന്നേ? ആ വോട്ട് എങ്ങോട്ട് പോയി? വോട്ട് വ്യാപകമായി കള്ളവോട്ടായി ചേർത്തു എന്നുള്ളത് വലിയ ആക്ഷേപമായിരുന്നു. അതെ, അത് ആക്ഷേപമായിരുന്നു. ആ ഇക്വേഷൻ മാത്രമാണ് പ്രതിഫലിക്കേണ്ടതെങ്കിൽ BJPയുടെ മാത്രം വോട്ട് കൂടണം, അല്ലേ? കോൺഗ്രസിന്റെ വോട്ട് അപ്പോൾ എങ്ങനെ കുറയുന്നത്? BJP കള്ളവോട്ട് ചേർക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിന് കിട്ടിയ വോട്ട് കുറയുന്നത്? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന സുരേഷ് ഗോപിയാണ്. അവിടെ ക്രൈസ്തവ മേഖലയടക്കം വ്യാപകമായ ഒരു സുരേഷ് ഗോപി അനുകൂല തരംഗമുണ്ട്. വോട്ട് പോയി എന്നൊക്കെ വിലയിരുത്തൽ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. ശരിയാണോ? ആകത്തുകയിൽ എവിടെ വോട്ട് വർദ്ധിച്ചിട്ടുള്ളത്? നാട്ടികയിൽ 13,000 വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ഉണ്ടാകണമെങ്കിൽ അത് കോൺഗ്രസിന്റെ വോട്ട് മാത്രം മുഴുവൻ മണ്ഡലത്തിൽ പ്രതിഫലിക്കണ്ടേ? കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്, ഇത് നിന്നെയും കൊണ്ടേ പോകും. കോൺഗ്രസ് ഇവിടെ കുറഞ്ഞത് ആരുടെ വോട്ടാണ്? നാട്ടിക മാത്രം എടുത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോക്കറ്റ് എടുത്തിട്ടാണോ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ? നമ്മളിപ്പോ രാഷ്ട്രീയ പാർട്ടികൾ ഡീൽ എന്ന് പറയും, അത് അവരുടെ രാഷ്ട്രീയമാണ്. മാധ്യമപ്രവർത്തകർ ഡീൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ കണക്കുകൾ ബോധ്യപ്പെടണം. അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഹാഷ്മി 10 മണ്ഡലങ്ങളിൽ ഡീലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇനി എത്ര വോട്ട്, എത്ര മണ്ഡലം അവർ പിടിച്ചാലും അമ്പലപ്പുഴ തോറ്റാൽ അത് ആകത്തുകയിൽ ഡാമേജ് ഉണ്ടാക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ആ നിലയിൽ ഒരു ജാഗ്രത തന്നെയായിരിക്കണം അവിടെ സ്വീകരിക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? CPM നിലപാട് സംഘടനാപരമായി തന്നെ പറയേണ്ടത് ജനറൽ സെക്രട്ടറിയേക്കാളും മേളിലാണ് ഈ പറഞ്ഞ പേരുകൾ. ജനറൽ സെക്രട്ടറി ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറപ്പ് വല്ല വിവരമുണ്ടോ? രണ്ടുപേരും സംസാരിക്കരുത്. ഒന്ന് അടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല.